എൻ്റെ പേര് മഹേഷ് എന്നാണ്. ഞാനൊരു ഹിന്ദുവാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഈ അവസരത്തിൽ ഇവിടെ ഒരു സാക്ഷ്യം പറയാൻ അവസരം തന്നതിൽ മാതാവിനോട് കോടാനും കൂടി നന്ദിയാണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പല സ്ഥലത്തും ഹോസ്പിറ്റലിലൊക്കെ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ നിരാശയായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞത്, കൃപാസനം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലൊരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ട്. അവിടെ പോയിട്ട് ജോസഫ് അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ തലേ തൊട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമെന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ ഒരു കൊളീഗ് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ മടിച്ചു. കാരണം ഞാനിങ്ങനെ വന്ന് തിരക്കൊക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ എങ്ങനെ ഞാനിങ്ങനെ അച്ഛനെ കാണും, അതൊരു ഹിന്ദു അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിരാശിച്ചിരുന്നു. അപ്പോഴാണ് വൈഫിൻ്റെ അമ്മയും ജോലിക്ക് പോയ സ്ഥലത്ത് ഇങ്ങനെ ഒരു പറഞ്ഞത്, കുട്ടികളിലാന്ന് പറഞ്ഞപ്പോൾ കൃപാസനത്തിൽ പോയാൽ മതി, അവിടെ പോയിട്ട് ഇങ്ങനെ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ആഗ്രഹം സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തായാലും അവസാനത്തെ ഒരു ഇതാറുള്ളതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ എന്തായാലും വരാൻ തീരുമാനിച്ചു. അങ്ങനെ 2018 ജൂൺ 1 ഞാനിവിടെ വന്നു. ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വന്നു. രാവിലെ 8 മണിക്ക് തന്നെ ഇവിടെ വന്നു. എന്താണെന്ന് അറിയില്ലല്ലോ, അപ്പോൾ എന്താണെന്ന് അറിയാമല്ലോ, എന്താണെന്ന് വിചാരിച്ചാൽ രാവിലെ തന്നെ വന്നു. വന്നപ്പോൾ ഇവിടെ ആരുമില്ല. ഇപ്പോൾ ഇവിടെ ഒരു സിസ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു സിസ്റ്ററിൻ്റെ അടുത്ത് ഇങ്ങനെയാണ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കിങ്ങനെ കുഞ്ഞുങ്ങളില്ല, അപ്പോൾ അത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, അച്ഛനെ കാണണമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റില്ല, നിങ്ങളിവിടെ ഉടമ്പടി എടുക്കണം, ഉടമ്പടി ആദ്യം എടുക്കണം, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കാര്യം 3 മാസമായിട്ടും സാധിച്ചില്ലെങ്കിൽ നമുക്ക് അച്ഛനെ കാണാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉടമ്പടി എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞു ഇവിടെ ആൾക്കാർ വരും, അപ്പോൾ അവരെന്തായാലും നിങ്ങൾക്ക് നിർദ്ദേശമൊക്കെ തരും, അതനുസരിച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ 8:30-ക്ക് ശേഷം ആൾക്കാരൊക്കെ വന്നു. അപ്പോൾ ഇങ്ങനെ ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു, ഇങ്ങനെ നമ്മൾ മുടങ്ങാണ്ട് ചെയ്യണം, പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം, ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ആഴ്ചയിൽ എല്ലാ മാസത്തിൽ ഇങ്ങനെ വന്ന് പ്രാർത്ഥനയൊക്കെ കൂടണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥന കൂടിയതിന് ശേഷം അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ ഉടമ്പടിയൊക്കെ എടുത്തിട്ട് പോയി. അങ്ങനെ പ്രാർത്ഥന കൂടി 3 മാസമായിട്ടും അപ്പോൾ 3 മാസമായിട്ടൊന്നും ഫലം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ എന്തായാലും അച്ഛനെ കാണാമെന്ന് വെച്ചാൽ അച്ഛനെ അന്ന് കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അങ്ങനെ അച്ഛൻ അവിടെ സ്റ്റേജിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങൾക്ക് തലയിൽ കൈതൊട്ട് പ്രാർത്ഥിച്ചു അച്ഛൻ. പിന്നെ എണ്ണ ഉദരത്തിൽ തേക്കാൻ പറഞ്ഞു വൈഫിൻ്റെ അടുത്ത്, അങ്ങനെ തേച്ചു. പക്ഷേ ഞങ്ങൾക്ക് കാര്യങ്ങളൊന്നും അച്ഛൻ്റെ അടുത്ത് പറയാൻ പറ്റിയില്ല. കാരണം അച്ഛനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് കണ്ണീര് മാത്രമേ വന്നുള്ളൂ, വേറെ ഒന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ ശരി എന്നാണ് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇവിടെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ നിൽക്കുമ്പോൾ അച്ഛൻ ഇതിലേ പോയപ്പോൾ വൈഫിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മകളെ നീ നിരാശയോടുകൂടി പോകരുത്, ഫലം ഉണ്ടാവില്ല, പ്രത്യാശയോടുകൂടി പോകണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുറച്ചും കൂടി വിശ്വാസം വന്നു. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എന്തായാലും പ്രാർത്ഥിച്ചിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് 3 മാസം ഡിസംബർ 6 മാസം കറക്റ്റ് 6 മാസം കഴിഞ്ഞപ്പോൾ വൈഫ് പ്രഗ്നൻ്റായി. അപ്പോൾ ജനുവരിയിൽ ഞങ്ങൾ പ്രഗ്നൻ്റ് ആയത് അറിഞ്ഞില്ല. ഫെബ്രുവരിയിൽ ഞങ്ങളൊരു ബന്ദിൻ്റെ അന്ന് ഞങ്ങൾ വണ്ടിയിൽ 2 വീലറിന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത പ്രഗ്നൻ്റാണ്. പിന്നെ ഓഗസ്റ്റ് 2019 ഓഗസ്റ്റ് 27 ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ തന്ന് മാതാവ് ആഗ്രഹിച്ചു. അപ്പോൾ ആ കൃപാസനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് കൃപശ്രീ എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭാഗ്യം തന്ന അമ്മയ്ക്ക് കൂടെ നന്ദി. അപ്പോൾ അത് കൂടാണ്ട് കുഞ്ഞിനെ കുറച്ച് വെയിറ്റ് കുറവായിരുന്നു. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, ഹെൽത്തി ആണെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ചെക്കപ്പിന് പോയപ്പോൾ ഹിയറിങ്ങിന് പ്രശ്നമായിരുന്നു. കൊച്ചിന് ഹിയറിങ് കേൾക്കുന്നില്ല. എന്തായാലും ഹിയറിങ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഹിയറിങ് ഒന്നും ശരിയായിട്ടുണ്ടാകുന്നില്ല. 2 ആഴ്ച വന്ന് 3ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ അവിടെ പറഞ്ഞു ഇനി എറണാകുളത്തൊക്കെ ചിലപ്പോൾ പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വൈഫ് അമ്മേൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച, മാതാവേ എൻ്റെ കൊച്ചിന് ഇപ്പോൾ ഒന്നും കൂടി വെക്കുകയാണ്, അത് ഹിയറിങ് ശരിയായി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സാക്ഷ്യത്തിൻ്റെ ഒപ്പം ഇതും പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതപ്പോൾ തന്നെ വെച്ചപ്പോൾ അതും ശരിയായി. അപ്പോൾ അമ്മയ്ക്ക് കൂടി നന്ദി. അതുകൂടാണ്ട് ഇപ്പോൾ ആ അനുഗ്രഹം കിട്ടിയപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസം വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി കറക്റ്റായിട്ട് പുതുക്കുകയും എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം കറക്റ്റായിട്ട് ഞാൻ ചെയ്യുകയും ചെയ്തു. അതുകൂടാണ്ട് അപ്പോൾ പിന്നെ വൈഫിൻ്റെ അനിയത്തിക്ക് കല്യാണ പ്രായമായി, പക്ഷേ വരണമൊന്നും ശരിക്കും ഇതായില്ല. അപ്പോൾ ഞാൻ അനിയത്തിനെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വന്നു പോയി. 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്കും നല്ലൊരു വരനെ കിട്ടി, നല്ലൊരു ഭർത്താവിനെ കിട്ടി. ഇപ്പോൾ അവൾക്കൊരു പെൺകുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു.
അതുകൊണ്ട് എൻ്റെയും ഞാനും ചേട്ടനും ഒരുമിച്ചാണ് താമസിക്കുന്നത്. ചേട്ടൻ്റെ കുട്ടി മീൻസ് ചേട്ടൻ്റെ വൈഫിന് ചേട്ടത്തിക്ക് ശ്വാസം മുട്ടുണ്ടായിരുന്നു. ശ്വാസം മുട്ട് വളരെ എന്തെങ്കിലും ചെറിയ തണുപ്പൊടിച്ചാൽ പെട്ടെന്ന് ശ്വാസം മുട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കാം, അപ്പോൾ എന്തായാലും നമുക്ക് എൻ്റെ ഫലം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ കൃപാസനത്തിൽ വന്ന് ഞാൻ ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പം നന്നായി കുറവുണ്ട് ശ്വാസം മുട്ട്. അതുകൊണ്ട് ചേട്ടൻ്റെ കുട്ടിക്ക് മൂക്കിന് ദശയുണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പോൾ നല്ല കുറവുണ്ട്. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുകുമാരനും ഞങ്ങളുടെ കോടാനുകൂടി നന്ദി. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങളൊക്കെ അമ്മ മാതാവ് സാധിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ഇനിയുണ്ട്. അതും എൻ്റെ അമ്മ മാതാവ് ഇപ്പോൾ നിയോഗം വെച്ചിട്ടുണ്ട്. അതെന്തായാലും അമ്മ മാതാവ് ഞങ്ങൾക്ക് സാധിച്ചു തരുന്നത് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ ഇവിടെ വന്ന് ഇപ്പോൾ പോലും എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ വെറുതെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ ചോദിച്ചുകൊണ്ടപ്പോൾ ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഇത്രയും 2 വർഷം കഴിഞ്ഞു. പക്ഷേ ചോദിച്ചപ്പോൾ തന്നെ എനിക്കിപ്പോൾ ഇത്രയും ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊരിക്കലും കൂടി അമ്മയ്ക്കും തിരുകുമാരും ഞങ്ങളുടെ കൂടി നന്ദി. നമസ്കാരം. മഹേഷ് വലിയൊരു സാക്ഷ്യമാണ് പറഞ്ഞത്. മഹേഷ് പറയുകയാണ്, മഹേഷിന് വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന സമയത്ത് ഒരുപാട് നേർച്ചകൾ പലയിടത്ത് പോയി നേർച്ചകൾ വെക്കുന്നുണ്ട്, ചികിത്സകൾക്ക് പോയി. പക്ഷെ എന്നിട്ടും എങ്ങും ഒരു ഫലം കാണാത്ത അവസരത്തിൽ ഒരു വ്യക്തി പറഞ്ഞാണ് അറിയേണ്ടത്, ഇവിടെ കൃപാസനത്തിൽ വന്നാൽ മതി, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് കിട്ടിയാൽ മതി, തീർച്ചയായിട്ടും കുഞ്ഞുണ്ടാകുമെന്ന്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല, ഒരു സിസ്റ്റർ മാത്രമാണ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത്. പക്ഷേ ഇവരപ്പോൾ ആ സിസ്റ്ററിനോട് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞ കാര്യം ഇതാണ്, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ പെട്ടെന്ന് കാണാനായിട്ട് നമുക്ക് പറ്റില്ല, അതിന് ഉടമ്പടിയൊക്കെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി എന്താണെന്ന് പോലും ഇവർക്ക് അറിയാൻ പാടില്ല. ഇവരിവിടെ വന്ന് പരിശുദ്ധ അമ്മ മാതാവിനോട് ഉടമ്പടി ചെയ്തു, പ്രാർത്ഥനാക്രമങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇവർക്ക് അറിയാവുന്ന രീതിയിൽ ഇവിടെ കേട്ട രീതി അനുസരിച്ച് ഉടമ്പടിയിലെ ക്രമങ്ങൾ ഈ മകൻ പറഞ്ഞു കേട്ടോ, എല്ലാം ഞാൻ കൃത്യമായിട്ട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം അടക്കം എല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്യേണ്ട. എന്നിട്ട് 3 മാസം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉറപ്പില്ല ജോസഫ് അച്ഛനെ കാണാൻ പറ്റുമെന്ന്. പക്ഷേ ജോസഫ് അച്ഛൻ്റെ മുമ്പിൽ വന്ന് കാണാൻ നിൽക്കുന്ന സമയത്ത് ഞങ്ങളൊന്നും അച്ഛനോട് പറഞ്ഞില്ല. ഞങ്ങൾ നിലവിളിക്കുക മാത്രമേ, ഞങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വരിക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അച്ഛനോട് ഒരു വാക്ക് പോലും ഞങ്ങൾ പറഞ്ഞില്ല. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴിക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഈ മഹോഷിൻ്റെ വൈഫിനോട് കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, മകളെ നീ നിരാശയോടുകൂടെ പോകരുത്, മകളെ നീ പ്രത്യാശയോടുകൂടെ പോവുക. അപ്പോൾ തന്നെ ഇവർ പറയുകയാണ്, അത്രയും നേരം ഉണ്ടായിരുന്ന മനസ്സിൻ്റെ ഭാരമെല്ലാം മാറി ഞങ്ങൾക്ക് വിശ്വാസം വന്നു, ഞങ്ങൾ ഇവിടുന്ന് പ്രത്യാശയോടുകൂടെ യാത്രയായി. പറയുകയാണ് 3 മാസം കഴിഞ്ഞ് 6-ാം മാസം, കൃത്യം 6-ാം മാസം എൻ്റെ ഭാര്യ ഗർഭിണിയായി. ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അപ്പോൾ അതിൽ കുഞ്ഞിന് ഹിയറിംഗ് ലോസ് ഉണ്ടായിരുന്നു. പക്ഷേ അതും ഉടമ്പടിയിൽ വെച്ച് ശക്തിയോടെ പ്രാർത്ഥിച്ചപ്പോൾ അമ്മ മാതാവ് അതും മാറ്റിക്കൊടുത്തു. വലിയ അനുഗ്രഹം കർത്താവിൻ്റെ അഭിഷിക്തനിലൂടെ പരിശുദ്ധ അമ്മ മാതാവ് കൊടുത്ത് അനുഗ്രഹിച്ചു. പിന്നെ അതോടൊപ്പം തന്നെ ഈ മകൾക്ക് ഇവരിട്ടിരിക്കുന്ന പേര്, ഈ കൃപാസനത്തിൽ വന്നതുകൊണ്ട് ഇവരിട്ടിരിക്കുന്ന പേര് കൃപാശ്രീ എന്നാണ്. പരിശുദ്ധ അമ്മയുടെ കൃപ മൂലം ദൈവം കൊടുത്ത കുഞ്ഞാണെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ഇവരിട്ടിരിക്കുന്ന പേര് കൃപാശ്രീ എന്നാണ്. ഇനി അതുകൂടാതെ ഈ സഹോദരൻ്റെ ചേട്ടൻ്റെ ഭാര്യയ്ക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകളും വിഷമതകളും വന്ന സമയത്ത്, ശ്വാസം തടസ്സം വന്ന സമയത്ത് ഉടമ്പടിയിൽ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ആ ശ്വാസ തടസ്സത്തിൽ പരിശുദ്ധ മാതാവ് എടുത്ത് മാറ്റി. ഇനി ചേട്ടൻ്റെ കുഞ്ഞിന് മൂക്കിൽ ദശ വളരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു, അതും പരിശുദ്ധ മാതാവ് സൗഖ്യമാക്കി കൊടുത്തു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഇവരുടെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചതിനും ഇവർ അനുഗ്രഹിച്ചതിനും ഒരുപാട് നന്ദി നമുക്ക് പറയാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം.